തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? അമ്മയോട് ഈ കാര്യം അവതരിപ്പിക്കാതെ തിരിച്ചു പോകാനൊന്നും പറ്റിയല്ല. എന്നാ ഞാനൊന്നും പറയല്ല. ചന്തുവിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഇച്ചായൻ തന്നെ പറഞ്ഞോണം. ഞാനോ? ഞാൻ പറയത്തൊന്നുമില്ല, എനിക്ക് പേടിയാ. ഇതെന്തോന്ന് മനുഷ്യ, എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ പോലെ നിങ്ങൾക്ക് ഇത്രയും പേടിയില്ലായിരുന്നല്ലോ. അത് പിന്നെ അപ്പോഴല്ലേ എന്റെ ഗീതേ. ഇപ്പോഴെന്നാ ധൈര്യത്തിനൊരു കുറവ്? ഓ മൈ ജീസസ്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങനെ നിന്നാലൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, എന്റെ പിള്ളേര്. എടാ പിള്ളേര്, നിങ്ങൾ വരുമെന്നെ പറയാതിരുന്നേ. പറയുമായിരുന്നെങ്കിൽ ഏതിനെ പറഞ്ഞു വിട്ടേനല്ലോ. അയ്യോ എന്റെ ഗീതേ, നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചല്ലോടി. എന്താ നിന്റെ അപ്പനും അമ്മയൊന്നും തിന്നാൻ തന്നില്ലായോ? സാരമില്ല കേട്ടോ, ഈ അമ്മ പുഷ്ടിപ്പിച്ചെടുത്തോളം മോളെ കേട്ടോ. അല്ല ഇതേതേ കൊച്ച്? അതാ അമ്മ, ഗീതയുടെ ആങ്ങളയുടെ മോള് നിധി. ഈ കൊച്ചനെ ഇവിടെ. അത് പിന്നെ അമ്മ പ്രത്യേക സാഹചര്യത്തിൽ ചന്തുവിനെ നിധിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. എന്താണ്? എന്നാലും മോനെ ചന്തു, നീ വല്യപ്പനെ വിളിച്ചില്ലല്ലോ കല്യാണത്തിന്. എന്നാലും ചന്തു, ഒരു വാക്ക് എന്റെ മൂത്ത ചേട്ടൻ എന്ന നിലയിൽ എന്നോടെങ്കിലും നിനക്ക് പറ്റിപ്പോയി ബന്ധിച്ച. അമ്മേ, നിലവിളക്ക്. ഞാൻ നിലവിളക്ക് എടുത്തോണ്ട് വരാൻ മാത്രം നീ നിന്റെ പെമ്പറന്നോത്തിനെയാണ് കെട്ടിക്കൊണ്ട് വന്നത്. നീ പിള്ളേരെ വിളിച്ച് നിന്റെ വീട്ടിൽ പോടാ. ഇച്ചായ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പോയേക്കാം. നിധി ചന്തു വണ്ടി വാ. മോളിത് കണ്ടൊന്നും പേടിക്കാൻ നിൽക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോ തന്നെ മിണ്ടിക്കൊണ്ട് വന്നോളും. ആദമ്പ പെലയിളയത്, പിന്നെ എന്താ ഗ്രാൻഡ് ഇവിടെ നിൽക്കാത്തത്? അതോ, ഞാനും അമ്മയും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിനടിയാം. ഞങ്ങൾ രണ്ടുപേരും ഒന്നാളാണെന്നാ തോന്നുന്നത്. ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കും, പിന്നെ വഴക്കുണ്ടാക്കി തിരിച്ചു പോകും. അപ്പൊ ചിരിക്കാൻ മറന്നു പോയിട്ടൊന്നുമില്ല. ഞാൻ ഓർക്കുകയും ചെയ്തത് എവിടെ പോയെന്ന്. ഞങ്ങൾ വന്നിട്ട് 2-3 മണിക്കൂറായുള്ളൂ. എല്ലാവരും തിരിച്ചു വന്നോ? ചന്ദ്രേട്ട വന്നില്ലേ? എല്ലാവരും വന്നിട്ടുണ്ട്, ചന്തു വന്നിട്ടുണ്ട്. അല്ല, ഇതാരാ ആന്റി? അതാണ് ചന്തുവിന്റെ ഭാര്യ. മോഹഭംഗ മനസ്സിലെ ശാപഭംഗില നടകളിൽ. അതെന്താ നിലത്ത് വീണടഞ്ഞത്? എന്റെ ഹൃദയമാണ് നിലത്ത് വീണുടഞ്ഞു കിടക്കുന്നത്. എവിടെ? ചന്ദേട്ടാ, നിങ്ങൾ എന്നാൽ എന്നോട് ഈ ക്രൂരത കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ നിങ്ങൾ അറിവ് വെച്ച പ്രായം അതിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതല്ലേ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അല്ല, അത് പിന്നെ മതി. ചന്തുവേട്ടന്റെ കല്യാണം കൂടാനാണല്ലേ എല്ലാവരും കൂടെ നാട്ടിലേക്ക് പോയത്. അതുകൊണ്ടായിരിക്കല്ലേ ബണ്ണി ഞാനും നിന്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് നിന്നെ കൊണ്ടുപോകാതിരുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ബണ്ണിയേട്ടാ, എന്നെ ചന്തുവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആരും പരിചയപ്പെടുത്തണ്ട. പിന്നെ എങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്താനാവും? ദേവപ്രസാദിന്റെ മോള് നിധി ദേവപ്രസാദാണെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. നിന്നെ ഇവിടെ ആരെങ്കിലും അറിയണമെങ്കിൽ നിധി എന്ന പേരിന്റെ കൂടെ ഭാരത് എന്ന് കൂടി പറഞ്ഞാലേ അറിയൂ. എന്നെ ഇവിടെ ആരും അറിയണ്ട. ഞാനിവിടെ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വന്നതൊന്നും അല്ല. വേണ്ടെങ്കിൽ വേണ്ട, തലയിലെടുത്ത് വെച്ചു പോയില്ലേ. അല്ല സാർ, ഈ ഗോഡൌണിൽ തന്നെയാണ് ഡ്രഗ്സ് കൊണ്ടുവരുന്നതെന്ന് ഉറപ്പാണോ? I'm not sure, darling. ഈ ഗോഡൌൺ ഒന്നും മാപ്പിലില്ലാത്തതാ. 2-3 സംശയാസ്പദമായി കണ്ടു ഞാൻ. അതിലത്തെ ഈ ഗോഡൌൺ കണ്ടോ? ഇവിടേക്ക് കുറച്ച് കണ്ടെയ്നർ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും ആ ഡ്രഗ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ അവിടെ പോയി നോക്കട്ടെ. അതൊന്നും വേണ്ട, നാളെ ഒന്നും പോകണ്ട. എടുത്ത് ചാടി ഒന്നും കാണിക്കണ്ട. നമുക്കൊരു 3-4 ദിവസം വേറെ ഒരു കാര്യത്തിന് സ്പെൻഡ് ചെയ്യണം. വേറെ എന്ത് കാര്യം? ബണ്ണീനെ വീക്ഷിക്കാൻ പോണം ഞങ്ങൾക്ക്. ഓ, അങ്ങനെ.
അതെന്തുകൊണ്ടും നന്നായി. കുറച്ചു നേരം സമാധാനം കിട്ടുമല്ലോ. ഞാൻ കെട്ടിയ താലിയും അവൻ ഇട്ടറിഞ്ഞു. നീ എന്നെ പറയാതെ വന്നത്? നിങ്ങൾ വന്നെന്ന് അറിഞ്ഞ് കാണാൻ വന്നതല്ലേ മിസ്റ്റർ ഞാൻ. എവിടെ നിന്റെ വൈഫ്? എന്റെ പൊന്നു പെണ്ണെ മിണ്ടാതെ. ഈ പറഞ്ഞത് ഇനി അവളെങ്ങാനും കേട്ടിട്ട് വേണം എന്റെ മെക്കെട്ട് കയറാൻ. ഓ അതേ വരുന്നു. ഇങ്ങോട്ട് വാ. എന്താടാ? അവളുടെ അടുത്തൊന്നും പോകണ്ട. അതെന്നാ? അവളുടെ സ്വഭാവം മാറിപ്പോയി. എന്നാ പറഞ്ഞാലും കടിച്ചു കീറാൻ വരും. നീ അവളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ആ അതൊക്കെ എനിക്ക് മനസ്സിലാക്കും. ഞാൻ ചെയ്തതും ചെയ്യാത്തതുമായ തെറ്റുകൾ ഓർത്ത ക്ഷമിച്ച് നിൽക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? ഞാൻ എപ്പോഴാ പ്രതികരിച്ചു തുടങ്ങുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. എടാ ബണ്ണി, നിന്റെ ചേട്ടന്റെ കേട്ട് കഴിഞ്ഞു. ഇനി നിന്റെ ഊഴാണല്ലോ. ഇത് തന്നെയാണോ കമ്പനി? അതെന്നാ തോന്നുന്നേ. അതെ അതെ അതെ. ഇതൊക്കെ ആരോ? വാ നമുക്ക് അകത്തേക്ക് പോകാം. അയ്യോ നിക്ക്, നമ്മൾ ഇവിടെ എല്ലാത്തിനാ വന്നത്? വണ്ടിക്ക് കള്ളത്തരം ഉണ്ടോന്ന് കണ്ടുപിടിക്കാനല്ലേ? ആണല്ലോ. പിന്നെ അവന്റെ മുന്നിലേക്ക് ചാടി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. സമയനഷ്ടം, സൗന്ദര്യഹാനി. ബണ്ണി വെക്ടറല്ലേ? ഒച്ച ഉണ്ടാക്കിയ നീ ബണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ടാക്സിയുമായി വരാം. നിക്കടി അവിടെ. നീ പോടാ. എന്തിനാടി കരയുന്നേ? എന്റെ ചുണ്ട് പൊറിഞ്ഞു. എന്റെ പല്ല് കൊണ്ടതാ. അതെങ്ങനെ? ഇതിന്റെ കൂട്ടല്ലേ പല്ലിരിക്കുന്നത്? ഇതാ കാണോ. നീ ഈ കാറിന്റെ പിന്നിൽ എന്തെടുക്കുമായിരുന്നു? അക്സ എന്തിനാ ഓടിയത്? അത് അക്സ പറഞ്ഞത് കേട്ടില്ലേ? ടാക്സി എടുക്കാൻ പോവാന്ന്. ഞങ്ങളിവിടെ ടാക്സി നോക്കുമായിരുന്നു. എന്തായാലും വന്നതല്ലേ, കമ്പനിയിൽ കയറിയിട്ട് പോകാം. ഇപ്പൊ സമയമില്ല, പിന്നീട് വരാം. ധന മാടി പോകാം. Crazy girl. പ്ലാൻ ഉണ്ടാക്കുക. എന്തിന്റെ? ഇന്ന് ബണ്ണി നമ്മളെ പിടികൂടിയത് പോലെ നാളെ പിടികൂടാതിരിക്കാനുള്ള പ്ലാനാ. ഓ, നാളെ നീ ഒറ്റയ്ക്ക് പോകേണ്ട വരും. എനിക്ക് ഇച്ചായന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോണം. ആണോ? എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഹലോ. ഓക്കെ ഷുവർ. ആരാ? ആയുഷ്. ആൾക്ക് ഈ മാസം ടൈം ഉണ്ടാവില്ലെന്ന്. ഒന്ന് നിന്നേ. ഇയാളെന്താ പറഞ്ഞത്? തലയിലെടുത്ത് വെച്ച് പോയെന്നല്ലേ?
അത് ഇന്നലെ പറഞ്ഞതല്ലേ? ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ഇയാള് പറഞ്ഞോ? ആ പറഞ്ഞു. ഓരോ കള്ളവും പറഞ്ഞ് എന്റെ സിദ്ധാർത്ഥേട്ടൻ എന്നിൽ നിന്ന് അകറ്റി എന്നെ വിവാഹം ചെയ്തിട്ട് നല്ല പിള്ള ചമഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞ് നടക്കുമല്ലേ താൻ. ഒരു മനുഷ്യന് ഇത്രയും തരം താഴാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനിതൊന്നും ആരോടും പറയാത്തത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. 6 മാസം കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ തന്റെ കള്ളത്തരമൊന്നും ആരും അറിയില്ലെന്ന് വിചാരിക്കേണ്ട താൻ. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകും. പോയോ? എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാൽ മതിയല്ലോ. ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണെന്നറിയില്ലേ? അല്ല, ഇതൊക്കെ ഞാൻ ആരോടെ പറയുന്നത്? എത്രത്തോളം തരം താഴ്ന്ന ആളാണെന്ന് മനസ്സിലായതല്ലേ എനിക്ക്. ഞാൻ പോലീസാണ്. ആരാന്ന്? ആരാന്ന്? എന്താന്ന്? ഓ എന്റെ കൊച്ചെ, നീ ഏതാന്ന്? അയ്യോ, ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ല. ഞാൻ ആരാന്ന് പറഞ്ഞ മനസ്സിലാവാൻ. ഞങ്ങളുടെ കമ്പനി കോമ്പൗണ്ടിൽ നിനക്ക് എന്താ പണി? അയ്യോ അതോ, ഇവിടെ അടിച്ചു വരാൻ വന്നതാ ചേട്ടാ. അയ്യോ ഇത് കള്ളി. അയ്യോ ബണ്ണി. എടാ ഒരു കള്ളി. കള്ളിയോ? ആ കള്ളി. എങ്ങോട്ടാ ഓടി വന്നത്? നീ കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. നീ ഒന്ന് നോക്കിക്കേ. എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? പറയാൻ. നീ എന്ത് കരുതിക്കൊണ്ടാണ് ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയത്? ഇനി ഒരു വട്ടം കൂടി നീ ഇങ്ങനെ എന്റെ പുറകെ ഒളിച്ചും പാത്തും നടക്കുന്നത് കണ്ടാൽ അറിയാലോ എന്നെ. നിന്റെ കൈയും കാലും ഒടിച്ച് കിടത്തും ഞാൻ. ആ പിന്നെ നാളെ ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് വാ. നിന്നെ കണ്ടാൽ നിധിക്ക് കുറച്ച് ആശ്വാസമാകും. ഞാൻ വരാം. എന്നാ തന്നെ? എന്നാ പറ്റി? സാറാണോടി? മണ്ണി വഴക്ക് പറഞ്ഞു. ഇതിനെയാണോ നീ വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞത്? ഇതിനെ ഭീഷണിപ്പെടുത്തിയതല്ലേ? ആണോ? എന്നാ ഞാൻ വെറുതെ വിടൂല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നീരന്ന് വാങ്ങത്തേ ഉള്ളു. ഇവിടെ ആരുമില്ലേ? ചേച്ചി, ഇതാരാ? നിന്നെ ഞാൻ കാണാനിരിക്കുവായിരുന്നു. എന്തേ? എന്റെ ചേച്ചി സൗകര്യം തരുന്നില്ലേ? തരുന്നില്ല. എന്നെ കണ്ടാൽ അവൾക്ക് ബാധ കയറും. അതുകൊണ്ട് അവളുടെ മുന്നിൽ പെടാണ്ട് നടക്കുമെന്ന്. അങ്ങനെ ചുമ്മാ ഒന്നും എന്റെ ചേച്ചി വഴക്കുണ്ടാക്കത്തില്ല. സ്വന്തമായിട്ടായിരിക്കും തുടങ്ങി വെക്കുന്നത്. അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്നാ പോരട്ടെ, പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, പിന്നീട് പറയാം. ഓക്കേ. ഇവിടുത്തെ എല്ലാവരും എവിടെ പോയി? അപ്പുറത്ത് കാണും. അവിടെ ആരാ ഉള്ളത്? പപ്പയുടെ അമ്മയും പപ്പയുടെ ചേട്ടന്റെ ഭാര്യയും മകനും പിള്ളേരും. ആണോ? ബണ്ണി എവിടെ? വെളിയിലേക്കെങ്ങാണ്ട് പോയായിരുന്നു. അവന്റെ റൂം മുകളിലാണോ? അതെ, മുകളിലത്തെ 2ാമത്തെ റൂം. താങ്ക് യു.
പമ്മി വരുന്നേ? വന്ന് നേരെ ചൊവ്വ ഒരു റൂമിലേക്ക് കയറാൻ കൂടി അറിയില്ല. ഹായ്, ദേ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്യാമറ. ഇതെന്തിനാണോ ഇവന്? ഫോട്ടോ എടുക്കാനായിരിക്കും. ഇന്നലെ വന്ന ലെറ്റർ എവിടെ? ഇത് കുറെ ഉണ്ടല്ലോ. A+B not square is equal to AB. Square plus square plus B square. അങ്ങനെയല്ലേ? ഓ നോ, കണക്കറിയാൻ പാടില്ലാത്ത ഏതോ ഒരുത്തനാണ് ലെറ്റർ അയച്ചേക്കുന്നത്. A1 is equal to 4, A2 is equal to 6, A3 is equal to 10. ഇതെന്താണ്? എന്റെ ഈ ഭൂലോകത്തൊന്നും ഇല്ലാത്ത കണക്കാണെന്നാ തോന്നുന്നേ. അയ്യോ ഞാൻ തീർന്നു. ആരാ ഇവിടെ? നീയാണോ? ആരെ കൊടുത്തത്? എന്നെ കണ്ടു കാണില്ലായിരിക്കുമല്ലേ? ഇവരൊക്കെ എന്താ വരാത്തത്? ദേ ആ പെണ്ണ്, ഇവള് കള്ളിയല്ല, സ്റ്റോക്കറാണെന്നാ തോന്നുന്നത്. ഡീ എന്റെ അമ്മച്ചി! അയ്യോ ശരി. എടാ ബണ്ണി, ഈ പെണ്ണ് ബണ്ണിച്ചെന്നെ തലകീഴായി കമത്തിയിട്ടടാ. ഇവളോ? ആടാ, ഞാനൊന്നും ചെയ്തില്ല. ഇവള് സ്റ്റോക്കറാടാ. എന്നലെ വന്നു, ഇന്നും വന്നു. എന്റെ പൊന്ന് ഭിന്നിച്ച, ഇത് നിധിയുടെ അനിയത്തിയാ. നീങ്ങ വന്നേ, ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നുണ്ടോ നിനക്ക്? പോകാൻ ഞാൻ പറഞ്ഞില്ല. എന്തോ ഇത് നിധി എങ്ങാനും കണ്ട തീർന്നു, ഞാൻ തീർന്നു. क्या? कौन है तू? आत्मा, आत्मा।